അപ്പോൾ ഇന്നത്തെ വീഡിയോ റാൻഡം ഡേയ്സിലെ ക്ലിപ്സ് എല്ലതും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. തൊണ്ടൊക്കെ ചെറുതായിട്ട് പണിയിട്ടുകൊണ്ട് കുറേ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കുറേ കൊണ്ട് സംസാരിച്ചാൽ സൗണ്ട് കൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എന്തൊക്കെ തിന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തെ വീഡിയോ എല്ലാം കൂടി ക്ലിപ്സ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇതൊക്കെ എന്നെടുത്തതാണെന്ന് ഒന്നും എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എത്തിയാൽ ഞാനാണ് എല്ലാം ഡിവൈഡ് ചെയ്ത് വെക്കുന്ന ഒരാൾ. അതുകൊണ്ട് നേരെ പോയിട്ട് ഫ്രൂട്ടിൻ്റെ കവറെടുത്ത് വന്നപ്പോൾ ബനാനാസും ഓറഞ്ചും മാംഗോസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല യമ്മിയായിരുന്നു. നമ്മുടെ ബാസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിരിക്കുമ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ പോയി. ഈ ഓവർനൈറ്റ് ഓട്സിന് വലിയൊരു കഥ ഉണ്ട്. കാരണം മുമ്പ് ഒരു ദിവസം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇതിൻ്റെ ഒരു ഓട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നുമ്മ പറഞ്ഞതാ ചെറുത് വാങ്ങിയാൽ മതി, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇതൊന്നുമില്ല. പക്ഷെ ഞാനത് കേട്ടില്ല. ഞാൻ പറഞ്ഞ് നമുക്ക് വലുത് വാങ്ങാം, അഥവാ ഇഷ്ടമായാലോ. അങ്ങനെ വാങ്ങിക്കൊടുന്നു. പിന്നെ തിന്നോക്കി. അതായത് അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഹണി ഇല്ലായിരുന്നു. അപ്പം ഹണിൻ്റെ പകരം ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷുഗറും പിന്നെ എന്തെങ്കിലും ആപ്പിൾ ഇട്ടോന്നും എനിക്ക് ഓർമ്മയില്ലേനും. പിന്നെ ഓട്സും മിൽക്കും ഷുഗറും ആണെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം ഉണ്ടാക്കിയ വേഗം ആവാം, പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ ഒരു ടൈം ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കൊരു ഇതായിരുന്നു, ട്രോമ പോലെയായിരുന്നു. ഞാൻ ഉണ്ടാക്കൂല, കാരണം അന്നത്തെ തന്നെ ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ തിരികെ വന്നു. അതായത് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി. അപ്പം ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിച്ചപ്പം സത്യം പറയാലോ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാക്ക് കൊടുത്തു, പാക്കും ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പാക്ക് ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു നാളെ മുതൽ എനിക്കിത് വേണം ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറഞ്ഞപ്പം ഞാൻ ഉണ്ടാക്കല്. ക്വിക്കായിട്ട് ഒരു ചെറിയ റെസിപ്പി പറഞ്ഞുതരാം. വലിയ റെസിപ്പി എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷെ ഒരു ചെറിയ റെസിപ്പി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് ടെമൂന്ന് വാങ്ങിയ ഒരു ഓവർനൈറ്റ് ഓട്ടിൻ്റെ ജാറായിരുന്നു. അതൊക്കെ നമുക്ക് വേണ്ട അത്ര ഹോൾ ഓട്സ് ഇടാം. റോൾഡ് ഓട്സ് ആട്ടോ ശരിക്കും ഇടാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മുമ്പേ അറിയില്ലായിരുന്നു, വാങ്ങുന്ന ടൈമിൽ അറിയില്ലായിരുന്നു. അതിട്ടിട്ട് പിന്നെ വേറൊരു മഗ് എടുത്തിട്ട് അതൊക്കെ ഹണി ഒഴിച്ചിട്ട് കുറച്ച് ഇത്തിരി പാൽ ഒഴിച്ചിട്ട് അതിങ്ങനെ കമ്പൈൻ ചെയ്യാം. പിന്നെ പാലിങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്ത് ലാസ്റ്റ് വേണ്ട അത്ര ക്വാണ്ടിറ്റിയിൽ മിൽക്ക് എടുത്തിട്ട് ആ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് ഓവർനൈറ്റ് നമ്മൾ വെക്കണം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. മോസ്റ്റ്ലി എല്ലാവരും ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബനാന, ആപ്പിൾ, ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനെയാണ്. നിങ്ങൾക്കും അങ്ങനെ എല്ലാം ട്രൈ ആക്കി വെക്കാം. പിന്നെ നട്ട്സും കൂടി ആയാൽ ലാവിഷാവും. കാരണം ഇതെല്ലതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വയറ് ഫുള്ളാവും. അതുകൊണ്ട് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും ആഡ് ചെയ്യാം. നട്ട്സ് കാഷ്യൂ നട്ട്സും ബദാമും ഒക്കെ പിസ്തയും ഒക്കെ ആഡ് ചെയ്യാം. ഞാനൊരു ദിവസം കിടക്കുന്ന ടൈമിൽ ഉച്ചക്ക് ഉറങ്ങുന്ന ടൈമിൽ കഴിച്ചിട്ട് എണീറ്റ് അന്ന് ഞാൻ രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല. അത്രക്കും വയറ് ഫുള്ളാക്കുന്ന സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഹണി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്വീറ്റായിട്ട് വേണം അത്രത്തോളം ഹണി ഒഴിക്കാം. ഷുഗറിനേക്കാളും ഹണിയാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഏതൊരു രീതിക്കും ഹണി തന്നെയാണ് ദ ബെസ്റ്റ്. ഞാൻ ഷുഗർ എന്താ പറയുക, കുറേ നമ്മൾ ഇതുവരെ ചോക്ലേറ്റ്സൊക്കെ കഴിക്കുമ്പോൾ മോസ്റ്റ്ലി ഷുഗർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഷുഗർ വേണ്ട വിചാരിച്ച് ഹണിയാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ ഇതേപോലെ പാക്കുണ്ടാക്കി, പാക്ക് വേണമെന്ന് പറയുന്നുണ്ട് പാക്കുണ്ടാക്കി. പക്ഷെ പാക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കുറച്ചും കൂടി കൂടുതലിടും. കാരണം പാക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് പറയും. കാരണം പാക്ക് അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് അതും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ആ മിൽക്കും ഒഴിച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്ത് വന്നു നമ്മുടെ ബനാനാസ് കട്ട് ചെയ്യാൻ. അപ്പം ബനാന എടുത്തിട്ടുണ്ട് ഞാൻ. നാട്ടിലത്തെ നമ്മുടെ റോബസ്റ്റ് ആട്ടോ. ഇവിടെ നമ്മൾ ഫിലിപ്പീൻസ് ബനാന എന്ന് പറഞ്ഞിട്ട് വാങ്ങും. നാട്ടിലത്തെ റോബസ്റ്റ് എന്നാണ് നമ്മൾ പറയൽ. അതിൻ്റെ സ്റ്റിക്കർ കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ നല്ല രീതിക്ക് നീളത്തിൽ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഫുൾ എല്ലാം കൂടി ഇങ്ങനെ കട്ട് എന്തൊക്കെയോ ആക്കിയിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് മാഷ് ചെയ്യാനുള്ളതാണ്, വലിയ ഭംഗിയൊന്നും വേണ്ടല്ലോ. മാഷ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ആ ഒരു ലുക്ക് കണ്ട് കിട്ടും. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സോ ഞാനൊരു പുതിയൊരു വീഡിയോ എടുക്കുന്നുണ്ട്. വോയിസ് ഓവർ ചെയ്യാണ്ട്. കുറച്ച് ദിവസമായിട്ട് എക്സാംസൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലേനു.
ഞാൻ അന്ന് ലാസ്റ്റത്തെ വീഡിയോയിൽ കോർഫക്കാൻ വീഡിയോയിലല്ല, അതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ എക്സാംസ് വരാൻ പോവാണെന്ന്. എനിവേസ് എക്സാംസൊക്കെ കഴിഞ്ഞ് ഇപ്പം ഫ്രീ ആയിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ അംഗവെട്ട്, കാരണം ആനുവൽ എക്സാംസ് വരികയാണ്. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ എന്നാ ഇടുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം തൊണ്ടവേദന വേണ്ടി ഇനി അതും കൂടി വോയിസ് ഓവർ ചെയ്താൽ കൊള്ളാം, കാരണം അത് അത്യാവശ്യം നല്ലൊരു വീഡിയോ ആണ്. അതായത് ടിപ്സ് ഫോർ ബിഗിനേഴ്സ്, അതായത് ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, ചെറിയ കുട്ടികളെന്നല്ല, അതായത് എൻ്റെ പ്രായമുള്ള കുട്ടികളുണ്ടാവുമല്ലോ, ലൈക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനും ഇതുപോലെ ചെറിയൊരു യൂട്യൂബറായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ചാനൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, 200+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ ഞാനത് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പിന്നെ ലഞ്ച് കഴിക്കുന്നതും, പിന്നെ ഇത് മെറാജ് നോമ്പെടുത്തിട്ട് അന്ന് വൈകുന്നേരം ഉണ്ടാക്കിയ കട്ട്ലറ്റ് ആട്ടോ, അത് ഇങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. പിന്നെ മറിയാപ്പാസിൻ്റെ ചീസ് കേക്ക് ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. അതുപോലെയാണ്. പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ.